വിപ്ലവങ്ങളുടെ മാതാവാണ് ഫ്രഞ്ച് വിപ്ലവം. ഈ വിപ്ലവം മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു. സാഹിത്യത്തിലും കലയിലും ഒക്കെ നവോത്ഥാനങ്ങൾ കൊണ്ടുവന്നു. സാമൂഹ്യ ജീവിതമാകെ പുതുക്കിപ്പണിതു ഫ്രഞ്ച് വിപ്ലവം. എന്നാൽ പലരും ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പാചകകലയിൽ ഒരു പുത്തൻ നവോത്ഥാനം ഉണ്ടാക്കിയതാണ് ഫ്രഞ്ച് വിപ്ലവം എന്നത് കാണാതെ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന രുചി വൈവിധ്യങ്ങളുടെ തുടക്കം ഫ്രഞ്ച് വിപ്ലവത്തിൽ കൂടിയാണ്. അതായത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ഏകാധിപതികളായ ലൂയി 14-നും 15-നും 16-നും ഒക്കെ അവരുടെ അടുക്കളകൾ വിഭവസമൃദ്ധമായിരുന്നു. അതിനുവേണ്ടി ഈ പാചക വിദഗ്ധന്മാരെ, ലോകത്തെവിടെ നിന്നുമുള്ള പാചക വിദഗ്ധരെ അവരവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് ആണ് ഭക്ഷണം പാചകം ചെയ്തിരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തോടെ ഏകാധിപത്യം അവസാനിപ്പിച്ചപ്പോൾ ഈ രാജാക്കന്മാരുടെ ഈ പാചക വിദഗ്ധന്മാർ, ഷെഫുമാർ വഴിയാധാരമായി. അവർ പുറത്തിറങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ റെസ്റ്റോറൻറ്റുകൾ, അതായത് ഹോട്ടലുകളുടെ തുടക്കം. അവർ തെരുവുകളിലൊക്കെ ഹോട്ടലുകൾ പോലെ തുടങ്ങി ജനങ്ങൾക്ക് തങ്ങളുടെ വൈദഗ്ധ്യം നിറഞ്ഞ ഈ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ രാജാക്കന്മാരും ചക്രവർത്തിമാരും അനുഭവിച്ചിരുന്ന ആ രുചി വൈവിധ്യം ജനങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി. ഇവർ ലോകമെമ്പാടും സഞ്ചരിച്ചു, അവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളും ഒക്കെ വന്നു. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം മാനവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതോടൊപ്പം തന്നെ ഭക്ഷണ വൈവിധ്യവും സാധാരണക്കാർക്കും കിട്ടത്തക്ക രീതിയിലേക്ക് എത്തി.